വീഡിയോ ആർക്കും കാണിക്കാം ഫിറോസ് ഖാനെ. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേഷ്ടികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടി ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അത് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഫിറോസ് ഖാൻ സജന വിഷയം ഇപ്പോൾ വൻ വിവാദമായിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കുറച്ചു മുമ്പ് സജന ഒരു വീഡിയോ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ഒരു വീഡിയോ ആണ്. ഫിറോസ് ഖാനെ കുറിച്ച് ഇനി പറയാനൊന്നുമില്ല, അമ്മാതിരി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഒരു മൈനർ കേസ്, ഒരു മൈനർ പെൺകുട്ടിയെ വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരെ അതിനകത്ത് പറയുന്നുണ്ട്. അതുമല്ല, ഒരു ബിഗ് ബോസ് താരത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷിയാസ് കരീമിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ കേസ് പറയുന്നുണ്ട്. ആ സ്ത്രീയുമായിട്ടും ഈ പറയുന്ന ഫിറോസ് ഖാന് ബന്ധമുണ്ട് എന്ന് തുടങ്ങി സത്യം പറഞ്ഞാൽ A-to-Z അങ്ങ് ഇരുന്ന് ഒരു 10-16 മിനിറ്റ് ഇരുന്ന് അലക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആ ഒരു വീഡിയോ ഇപ്പൊ അവിടെ ഇല്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത് ഇട്ടൊരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. എങ്കിലും എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫുൾ വെർഷൻ നമ്മുടെ രാഷ് റിയാക്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫുൾ വെർഷൻ അത് ഞാൻ ഇതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഫുൾ വെർഷൻ കാണുന്നവർക്ക് അതിൽ പോയി കാണുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് സംസാരിക്കാം എന്നുള്ളതാണ്. ഇതിന്റെ വിഷയം നിങ്ങൾക്കറിയാലോ. എന്താണ് വിഷയം? ഈ വിഷയം വന്നത് നമ്മുടെ സജിന വന്നിട്ട് ഒരു ലൈവിൽ വന്നെന്ന് പറയുന്നു, ഞാനും റസൂൽ പൂക്കുട്ടിയുമായിട്ട് 4 വർഷത്തെ പ്രണയമാണ്, ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുന്നു. അതിനുശേഷം ആ വീഡിയോ ഡിലീറ്റ് ആകുന്നു. അങ്ങനെ കുറെ പോസ്റ്റുകൾ വരുന്നു. അതിനു മുമ്പേ പിന്നെയാണ് ആൾക്കാർ ഈ പറയുന്ന ഫിറോസ് ഖാന്റെ സ്റ്റോറി പോയി നോക്കുന്നത്. അവൻ മുമ്പേ തന്നെ ഈ പറയുന്ന റസൂൽ പൂക്കുട്ടിയെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോസും ഇട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫിറോസ് ഖാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് പലതും പറയുന്നില്ല. അവസാനം വിട്ട ആ ഒരു വീഡിയോത്തിന് എന്താ പറഞ്ഞത്, അവനെ കൊടുക്കാനുള്ള ഒരു മുട്ടൻ ആയുധം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ലാസ്റ്റ് ഇട്ട് പ്രയോഗിക്കും, ഞാൻ അവനെ താഴെ ഇറക്കിയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഫിറോസ് ഖാൻ വീഡിയോ ഇട്ടു. ഇപ്പോ സജിന വന്നിട്ട വീഡിയോയിൽ പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. എന്നിട്ട് പോലും ഇവൻ വീണ്ടും ഈ ആക്ഷൻ വീഡിയോ കാണിച്ചു. ആക്ഷൻ വീഡിയോ ആർക്കും കാണിക്കാം ഫിറോസ് ഖാനെ. ഞാൻ ആക്ഷൻ അല്ല കാണിച്ചത്, ഞാൻ നിയമത്തിനാണോ പോയിരിക്കുന്നത്? എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിനോട് പോകത്തില്ല. എൻ്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇതുപോലെ ഒരു കാര്യത്തിൽ എടുത്തില്ല. ഇനി എന്തോ ആയിക്കോട്ടെ, ഇയാൾ ആദ്യത്തെ ഭാര്യയെ വിളിച്ചിട്ട് ഇന്നലെ പുള്ളിക്കാരിയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതോ ഒരു വീഡിയോ വന്നു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയൂടി, ഞാൻ അങ്ങനെ പറയൂടി, നീ അങ്ങനെ ചെയ്തു എന്ന് പറയൂടി, നീ ഏതവനോട് പോയി എന്ന് പറയൂടി. ഇതേ സംഭാഷണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇട്ട് ഇയാൾ ഒരുമാതിരി വൃത്തികെട്ട രീതി. അവർക്ക് പേടിയാണ്. കാരണം മീഡിയയിൽ വന്ന് ഇയാൾ പറയുമ്പം ആൾക്കാർ അതേ വിശ്വസിക്കത്തുള്ളൂ. അവർക്ക് മീഡിയയിൽ വന്ന് മീഡിയ പേഴ്സണായിട്ട് വന്ന് സംസാരിക്കാൻ അവരുടെ ഫാമിലി അങ്ങനെയാണ്. അവർ അത്രയും റിപ്പോർട്ടർ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് 200ഓളം 150ഓളം പവൻ അവർക്ക് മിസ്സായിട്ടും അവർ സഹിയായിട്ട് നിൽക്കുക. കുഞ്ഞിന് പോലും ഒരു ചെലവിന് കൊടുക്കുന്നില്ല. ഇത്രയും ചെയ്തിട്ട് പോലും ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കടന്ന് പീഡനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേഷ്ടികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. പക്ഷെ ഈ തെണ്ടികളാണല്ലോ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. ഞങ്ങൾ ഇതിന്റെ തുടക്കഭാഗം ഇങ്ങനെയാണ്. അതായത് ഈ പറയുന്ന ഫിറോസ് ഖാന്റെ മുൻ ഭാര്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അവർക്കും ഈ പറയുന്ന സജിനയ്ക്കും ഇതുവരെ ചെലവിനൊന്നും കൊടുക്കാറില്ല. ഏതാണ്ട് 150 പവനോളം ഇത് ആദ്യ ഭാര്യയുടെ സംഭവം അടിച്ചുകൊണ്ടുപോയി. അവർക്കൊക്കെ പേടിയാണ്. നമ്മളെ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മളെ പറയുന്നത് വേശ്യകളാണ്, പന്നകളാണ്, മറ്റവളാണ് എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ 2 കുട്ടികളെ പറ്റി വളർത്തി നമ്മളല്ലേ എന്നൊക്കെ രീതി. അതായത് പറഞ്ഞു വരുന്നത് ഈ ഫിറോസ് ഖാൻ 5 പൈസയുടെ ചെലവിന് കൊടുക്കാറില്ല എന്നുള്ളതാണ്. അവരും ഈ മുൻ ഭാര്യയും ഈ സജിനയും പേടിച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി അധ്വാനിച്ചാണ് നോക്കുന്നത്. ഈ ഞങ്ങളെ കിടന്ന് എന്തിനാണ് ഈ തെണ്ടി ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ, എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിൻ്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ഒരു
മനസ്സിലായോ? ഇത് വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നീട് ഗുരുതരമായ ഒരു ആരോപണമാണ്. അതായത് ഒരു മൈനർ പെൺകുട്ടിയെ 17 വയസ്സ് പോലും തികയാത്ത ഒരു മൈനർ പെൺകുട്ടിയെ ഈ ഫിറോസ് ഖാൻ കൊണ്ട് നടന്ന് പ്രണയം നടച്ചു പീഡിപ്പിച്ചു എന്നാ പറയുന്നത്. ചെറിയ കാര്യമല്ല ഇത്, ഇതൊരു ചെറിയ വിഷയമേ അല്ല. ഇതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ എന്താണ് കേസ് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഇതിന്റെ സത്യാവസ്ഥയും നമുക്കറിയത്തില്ല. ആ പെൺകുട്ടി തൊഴുതു പറഞ്ഞു എന്നാ പറയുന്നത്. എന്താണ് എന്റെ പേര് വലിച്ചിടരുത്. അതായത് ഈ ഫിറോസ് ഖാൻ പ്രണയം നടിച്ച് കല്യാണം കഴിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി പല ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഫിറോസ് ഖാൻ പല ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് സജിനയുടെ ഈ പറയുന്ന ആരോപണം. ഇതെന്തോ ഒരു വെപ്രാളപ്പെട്ട് എന്തോക്കെ വിളിച്ച് പറയും പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. വെപ്രാളപ്പെട്ട് എന്തോക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതിന്റെ സീരിയസ്നെസ് അറിയാമെന്നറിയില്ല. ഇങ്ങനെയൊക്കെ ഈ പറയുന്ന മൈനർ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുമ്പോൾ എവിഡൻസ് ഇല്ലാതെ പറയരുത് എന്നുള്ളതാണ്. ഇത് ചെറിയ കേസല്ല, മനസ്സിലായോ? ഇതുമല്ല, ഇനിയുമുണ്ട്. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവന് അവളെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം. എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയണം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് കരുതി വരും. അടുത്ത വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, ഒരു പെൺകുട്ടി, ആരെന്ന് അറിയത്തില്ല, മുൻകാല ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായിട്ട് ഈ പറയുന്ന ഫിറോസ് ഖാന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത് പീഡനമല്ല, അത് ബന്ധമാണ്. ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ പോയി കഞ്ചാവ് അടിച്ച് ഇറങ്ങി നടന്നു, അവിടെ നടന്ന് പൊക്കിയിട്ടുണ്ട്. അവൾ എൻ്റെ അടുത്ത് മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ബന്ധം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഏതോ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായിട്ട് കഞ്ചാവ് അടിച്ച് പിരിഞ്ഞ് നടന്നു. അവൾ എന്നോട് മാപ്പ് പറയണം. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൾ എനിക്ക് മെസ്സേജിന് മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ അവളുടെ പേര് ഞാൻ വെളിപ്പെടുത്തും എന്നുള്ളത് അടുത്ത വലിയൊരു ഗുരുതരമായ ആരോപണമാണ്. ഇത് പീഡനമല്ല, ഇത് എന്താണ് പറയുന്നത്, ഈ പറയുന്ന അവിഹിതമാണ്. അതായത് ഫിറോസ് ഖാന് മറ്റൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയ ഒരു പെൺകുട്ടിയുമായിട്ട് അവിഹിതം ഉണ്ടായിരുന്നു. അവർ ബാംഗ്ലൂരിൽ പോയി കഞ്ചാവ് അടിച്ച് വിറ്റ് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൾ വന്ന് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവളെ പേരും ഞാൻ എന്ത് ചെയ്യും, പുറത്തിടും എന്നുള്ളതാണ് അടുത്ത്. അതേപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്നറിയുമ്പം ഇയാൾ നൈസിന് അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലെന്താണ്ട. അത് കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി, അങ്ങനെ കുറേ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഷിയാസിൻ്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ളതാണ് തന്നെയാണ്. ആ പുള്ളിക്കാരിയും ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കിൻഡൽ പെണ്ണുങ്ങളുമായിട്ട് ഇയാൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അയാൾ ചതിച്ചു പോയ ആഫ്റ്റർ ഞങ്ങൾ മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. അതായത് ഒരു കിൻഡല് പെണ്ണുങ്ങളുമായിട്ട് ഈ പറയുന്ന ഫിറോസ് ഖാന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് സജിന പറയുന്നത്. സജിന 100 പറയും. ഒരു കിൻഡൽ, ഇത്ര കാമദേവനാണ് ഫിറോസ് ഖാൻ. അപ്പോ ബിഗ് ബോസ് താരം, ഒരു ഡോക്ടർ, പിന്നെ കുറെ എണ്ണത്തിന്റെ പേര് പറയുന്നുണ്ട്. അതുപോലെ ഞെട്ടിക്കുന്ന മറ്റൊരു കേസ് ഇപ്പോൾ നമ്മുടെ ഷിയാസ് കരീമിന്റെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ട്. അതിപ്പം ഈ പറയുന്ന ഒരു 60 വയസ്സുള്ള ആ ഒരു മാമിയാണോ അതോ ആ അമ്മൂമ്മയാണോ അതോ ഇനി മുമ്പ് ഷിയാസ് കരീമിന്റെ കേസ് അവൻ ഇത് തന്നെ പറയും. അവൻ ഒരു ലോക കോടിയാണ്, അത് വിട്. അപ്പൊ അവൻ മുമ്പ് ഇതുപോലെ ഒരു പെണ്ണ് കേസിലുണ്ടായിരുന്നു. ആ പെണ്ണാണോ അതോ ഇപ്പം വന്ന 60 വയസ്സുകാരിയാണോ എന്ന് അറിയത്തില്ല. അതും ഗൾഫിലാണ്. അപ്പൊ അവളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഡോക്ടർ അങ്ങനെ ഒരു കിൻഡൽ പെണ്ണുങ്ങളുമായിട്ട് ഈ പറയുന്ന ഫിറോസ് ഖാന് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലീഗലി അവര് കല്യാണം കഴിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അതായത് ഇത്രയും കാലം അവര് കഴിഞ്ഞത് ഇല്ലീഗലായിട്ടാണ്. അതായത് ലീഗലി അവർ തമ്മിൽ മാരീഡ് ആയിട്ടില്ല. അതുകൊണ്ട് എന്തോ കേസൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ കുറെ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചോണ്ടിരിപ്പുണ്ട്. എന്ത് കേസാണ് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് കേസാണ് അവർ കൊടുത്തതെന്ന് അറിഞ്ഞൂടാ. ഇനി അതിനെപ്പറ്റി എനിക്ക് ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല, ഇനി ഡിവോഴ്സ് ആവണമെങ്കിൽ എന്താണ്, കല്യാണം കഴിച്ചാലേ ഡിവോഴ്സ് ആവുള്ളൂ. അപ്പോൾ എന്ത് കേസാണെന്ന് എനിക്കറിയത്തില്ല. കുറെ പേപ്പേഴ്സും കാര്യങ്ങളും കേസൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ആ ഒരു മൈനർ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി ഉൾപ്പെടെയുള്ള ഡീറ്റെയിലുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെ
എന്താണ് വളരെ പ്രഷറിലാണ് സംസാരിക്കുന്നത്. വളരെ ടെൻഷൻ അടിച്ച എന്തൊക്കെ വിളിച്ച് പറയുന്നൊന്നും ഒരു പിടുത്തവും ഇല്ലാതെ അങ്ങനെ സംസാരം തന്നെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്ത ഒരു വിറയലോടുകൂടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ഇതൊക്കെ പിന്നെ ഉണ്ടാക്കി വെച്ചത് അവനല്ലേ. എന്റെ ബന്ധം എന്തോ ആയിക്കോട്ടെ, എനിക്കിപ്പം ഈ പറയുന്ന റസൂൽ പൂക്കുട്ടിയെ കുറിച്ച് ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. അത് ഇപ്പോഴും അത് ഡിനേ ഒന്നും ചെയ്യുന്നില്ല. അതുള്ളത് തന്നെയാണ് എന്നുള്ളത് തന്നെ ഇതിൽ ഞാൻ ആരോട് കെട്ടുകയോ ആരുമായിട്ട് ഞാൻ സ്നേഹത്തിലാവുക അതൊക്കെ അറിയേണ്ട ആവശ്യം ആർക്കില്ല. ഈ പറയുന്ന ഫിറോസ് ഖാൻ ഇല്ല എന്നാ പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നു. ഞാൻ മാത്രമല്ല മുന്നേ കെട്ടിയ ഭാര്യ ഉൾപ്പെടെ ഇങ്ങനെയുടെ പീഡനം അനുഭവിക്കുകയാണ്. അതുമല്ല എന്നെ എന്തെങ്കിലും ചെയ്തു കളയും, പിന്നെയോ ഭാര്യ വേണേ കൊല്ലാൻ വരെ ഇങ്ങനെ മടിക്കത്തില്ല എന്നും വരെ അതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു 10-15-16 മിനിറ്റ് എന്തോ ഉണ്ട്. ആ ഒരു 16 മിനിറ്റിൽ ഫുള്ള് ഈ പുള്ളിയെ കുറിച്ചുള്ള അപരാധങ്ങളാണ്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ വാഹോണ്ടുള്ള പറച്ചിൽ മാത്രമേ നമുക്ക് കേട്ടിട്ടുള്ളൂ. കാരണം 17 മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു ബിഗ് ബോസ് താരം, ഒരു ഡോക്ടർ, ഈ പറയുന്ന ഷിയാസ് കരീമിന്റെ അങ്ങനെ കുറെ എണ്ണം എല്ലാവരും വിവാഹ വാഗ്ദാനം നൽകി സ്നേഹിക്കുക, പിന്നെ കൊണ്ട് ഹോട്ടൽ റൂമിൽ കൊണ്ട് പീഡിപ്പിക്കുക, അതിനുശേഷം കളയുക. അതാണ് ഫിറോസ് ഖാൻ എന്നാണ് ഈ പറയുന്ന സജിന നൂറ് ഒപ്പം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഒന്നും തെളിവുകളില്ല. പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ മൈനർ പെൺകുട്ടി എന്താണ് പേര് പറയല്ലേ എന്ന് തൊഴുതു പറഞ്ഞത് കൊണ്ട് മൈനർ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല. ബിഗ് ബോസ് താരത്തിനടുത്ത് ഞാൻ അയച്ചിട്ടുണ്ട്. അവള് വന്ന് ഓപ്പണായിട്ട് വന്നൊരു മാപ്പ് പറഞ്ഞില്ല എങ്കിൽ അവളുടെ പേര് ഞാൻ എടുത്തിടും. മേ ബി ബിഗ് ബോസ് താരത്തിന്റെ കേസ് നമുക്കത് ശരിയായിരിക്കാം. കാരണം അതൊരു പീഡനവും കാര്യങ്ങളൊന്നും അല്ല. അവർ രണ്ടിനും ഈക്വലി എന്താണ് സംഭവത്തോട് കൂടി ചെയ്തു എന്നാണ് ഇവർ തന്നെ പറയുന്നത്. പക്ഷെ ഈ പറയുന്ന മൈനർ പെൺകുട്ടി അത് സത്യമാണെങ്കിൽ ഫിറോസ് ഖാൻ കുടുങ്ങും എന്നുള്ളതാണ്. ഈ സത്യമല്ല എങ്കിൽ വെറുതെ വന്നിരുന്ന് ഇങ്ങനെ വാഴ്ത്താളം അടിച്ചിടുമ്പോൾ എന്തൊരു വലിയൊരു ഗുരുതരമായ ആരോപണമാണ് പുള്ളിയെ മുന്നിലേക്ക് കൊണ്ടിടുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കണം. അത്രയ്ക്ക് വലിയൊരു ഗുരുതരമായ ആരോപണമാണ്, ചെറുതല്ല. കേസ് വേറെയാണ്. കേസ് വേറെയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ഫുൾ വെർഷൻ ഞാൻ പറഞ്ഞ ഫുൾ വെർഷൻ എന്റെ റിയാക്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ആരെങ്കിലും കിട്ടിയോളൊന്നും ഇല്ല. കാരണം ഒരു 10 മിനിറ്റ് എനിക്ക് ഇത് ഡിലീറ്റ് ചെയ്തു. ഞാൻ ആ സമയത്ത് തന്നെ കണ്ടത് കൊണ്ട് എനിക്കിത് കിട്ടി എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് ഇത്രയും വലിയൊരു ഇനിയിപ്പം ഇതിന്റെ സത്യാവസ്ഥ എല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്തായാലും ഫിറോസ് ഖാനെ കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പം കത്തല്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അള്ളി പിടിച്ചെടുത്തോണ്ടൊക്കെ പോകും. പലയിടത്തും വന്നിട്ടുണ്ടാവും, പലതും ഇനിയിപ്പോൾ ലീക്കാവും. അപ്പോൾ ഇതിന്റെ ഒരു മറുപടിയുമായിട്ട് ഫിറോസ് ഖാൻ വരും. ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയല്ല, ഇവരെങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന ഡിവോഴ്സായി നമ്മൾ പിരിയുന്നു എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും പരസ്പരം വളരെ സൗഹൃദത്തോടു കൂടി മീഡിയയുടെ ഫ്രണ്ടിൽ നമ്മൾ മറ്റൊരു കൂട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറ്റാറ്റാ ബൈ ബൈ നമ്മൾ ഡെയിലി വിളിക്കാറുണ്ട്, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഒരു ചെറിയൊരു കേസ് വന്നപ്പോൾ ഫിറോസ് ഖാൻ ഈ പറയുന്ന സജിനയ്ക്ക് എതിരെ തിരിഞ്ഞപ്പോ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആരോ ആയിക്കോട്ടെ, അത് റസൂൽ പൂക്കുട്ടി ആരോ ആയിക്കോട്ടെ, അവരോട് കല്യാണം കഴിക്കാൻ അതിനൊരു തടയായിട്ട് എനിക്കൊരു എന്റെ ജീവിതത്തിൽ ഒരു വിലങ്ങ് തടിയായിട്ട് ഫിറോസ് ഖാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാം എടുത്തിട്ട് മലക്കേട്. പിന്നെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ അടുത്തിന് ഫിറോസ് ഖാൻ വന്നിട്ട് പറയും ഈ പറയുന്ന സജിനയുടെ എന്താണ് ചരിത്രങ്ങൾ ഇങ്ങനെ ഓരോന്നിട്ട് വിളമ്പോ അപ്പൊ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് മാറുന്നത് നിങ്ങൾ തന്നെയാണ്, ഒരു മാറ്റമില്ല. അത് സജിന ഇതിനകത്ത് പറയുന്നത് ഇനി എന്നെ പറ്റി പല പിന്നീട് കെട്ടുകഥകളും കൊണ്ടുവരും, എനിക്ക് അവനുമായിട്ട് പീഡനം ഉണ്ടായിരുന്നു, മറ്റവരുമായിട്ട് പീഡനം ഉണ്ടായിരുന്നു, മറ്റൊന്നാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫിറോസ് ഖാൻ തന്നെ വരുമെന്ന് സജിന ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് താങ്കളും ഇപ്പം പറയുന്നത്. താങ്കളും ഓരോന്നും ഇങ്ങനെ ആരോപണം മാത്രമാണ്, ഒരു തെളിവ് ഇതിനകത്തില്ല. ഓരോ ആരോപണങ്ങൾ താങ്കൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ നാളെ ഒരാൾ താങ്കളെ കുറിച്ച് തന്നെ താങ്കളൊരു കൊച്ചു പയ്യനുമായിട്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാ തെളിവ് വന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ മസ്റ്റേക്ക് നമുക്ക് കാണാം. ജയിക്കാം.